നെഗറ്റീവ് ആയിരിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ നമ്മൾ ആരും തളർന്നു പോകരുത്. അങ്ങനെ തളർന്നു പോകുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയത്തില്ല. നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന, നമ്മുടെ ഉത്സാഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന വാക്കുകൾ നമ്മൾ കേട്ടെന്ന് വരും. അതിനെ നമ്മൾ ആരും മൈൻഡ് ചെയ്യേണ്ടതില്ല. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. ദാവീദ് രാജാവ് യെബൂസ്യ ദേശക്കാർക്കെതിരായി താൻ പുറപ്പെടുമ്പോൾ യെബൂസ്യ ദേശക്കാര് ഇങ്ങനെ പറയുന്നു: നീ കടക്കയില്ല, നിന്നെ തടുക്കുവാൻ മുടന്തരും കുരുടരും മതി എന്ന് പറഞ്ഞ് ദാവീദിനെതിരായി യെബൂസ്യർ സംസാരിച്ചു. നിന്നെ തടുക്കുവാൻ മുടന്തരും കുരുടരും മതി എന്നാണ് പറഞ്ഞത്. ദാവീദിനെ വളരെ കൊച്ചാക്കി അവർ സംസാരിക്കുകയാണ്. പക്ഷെ ദാവീദ് രാജാവാകട്ടെ അതിനെ വകവെച്ചില്ല. അവർ പറഞ്ഞ നെഗറ്റീവ് വാക്കിന്റെ മുമ്പിൽ ദാവീദ് പതറിപ്പോയില്ല. ദാവീദ് അടുത്ത 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നിട്ട് ദാവീദ് സിയോൻ പിടിച്ചടക്കി. കടക്കയില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ, തടുക്കുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദാവീദ് പതറിപ്പോയില്ല. ആ നെഗറ്റീവായ വാക്കുകളെ ദാവീദ് മൈൻഡ് ചെയ്തില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ താൻ മുന്നോട്ട് പോയി. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ വിശ്വസിച്ച് മുൻപോട്ട് പോകുക. ദൈവം നമ്മളെ സഹായിക്കും. God bless you. ആമേൻ.